ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്നൊരു ഐറ്റം ഉണ്ടാക്കി കേട്ടോ. ചായക്ക് പപ്സാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഞാനിത് ഉണ്ടാക്കണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ നന്നായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് മൈദ, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ട് ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഞാനൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുട്ടിയെടുക്കുന്ന മാവിൻ്റെ അത്ര വേണം കേട്ടോ. ഞാൻ അത്ര വലുപ്പത്തിലാണ് കേട്ടോ എല്ലാതും ഉരുളകളാക്കി എടുത്തിട്ടുള്ളത്. അത് എന്നിട്ട് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒന്ന് സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ 2 സൈഡും ഒന്ന് മുക്കി കൊടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കൊന്ന് എണ്ണയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് മുട്ട പുഴുങ്ങാനിടാം കേട്ടോ. അപ്പോൾ അതാ 4 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിവിടെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് കേട്ടോ മുട്ട പുഴുങ്ങുന്നത്. അപ്പോൾ എന്നിട്ട് മുട്ട പുഴുങ്ങുന്ന സമയം കൊണ്ട് തന്നെ ഇതിലേക്ക് വേണ്ട ഉള്ളിയുടെ കൂട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഇതാ ഞാൻ 2 സവാള അരിഞ്ഞിട്ട് എണ്ണയിലൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. നല്ല അങ്ങോട്ട് വഴണ്ട് കിട്ടുമൊന്നും വേണ്ട, ഒന്നങ്ങോട്ട് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ അതാ ഏകദേശം ഒന്നായപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടിയും തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് ഇതാ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മൈദയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കണം. ഞാനതാ ചപ്പാത്തി കല്ലിൽ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എണ്ണയിൽ ഡിപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഒന്ന് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ വട്ടത്തിൽ പരത്തിയെടുത്ത് അത് വീണ്ടും നടുകെ മടക്കി വീണ്ടും അതിനെ ചെറുതാക്കി മടക്കി കേട്ടോ. അങ്ങനെ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ വീണ്ടും അതിനെ നടുകെ മടക്കി 4 ഭാഗങ്ങളായിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ വീണ്ടും 3 വട്ടം ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഇതാ ഈ ഒരു പരിവായിട്ട് കിട്ടും. ഇതാണ് കേട്ടോ നമ്മുടെ കറക്റ്റ്. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, ഇപ്പം ലെയറുകളൊക്കെ നമുക്ക് ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചുട്ടെടുക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതാ ഇതുപോലെ ബാക്കിയുള്ളതും കൂടിയും പരത്തിയെടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഉള്ളിയുടെ കൂട്ടും പുഴുങ്ങി വെച്ച മുട്ടയൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് സെറ്റാക്കി എടുക്കാം കേട്ടോ. അതിൻ്റെ നടുവിലേക്ക് ഉള്ളിയുടെ കൂട്ട് ആദ്യം വെച്ച് കൊടുത്തു. പാകത്തിന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഉള്ളിയുടെ കൂട്ട് വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് പുഴുങ്ങിയ മുട്ട നടുകെ കീറിയിട്ട് അതിൻ്റെ ഒരു പാതി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയം ഞാനൊരു ഇതുപോലുള്ളൊരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചതാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ ഈ പ്ലേറ്റ് വെച്ചിട്ടുള്ളത്, നമ്മുടെ പപ്സ് ആക്കിയിട്ടുള്ളത്. അതിൻ്റെ മുകളിലോട്ട് ഞാനൊരു മുട്ട കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ അതിൻ്റെ മുകളിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടൊക്കെ ഒന്ന് കിട്ടും. അങ്ങനെ ഇതാ ഞാനൊരു 50-55 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശമൊക്കെ ഓക്കെ ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമായിരുന്നു. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണം അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ബായ്.